good morning. Welcome back to GK class. GK-യിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിസ്റ്റിക് ടാലൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്താണ് ആർട്ടിസ്റ്റിക് ടാലൻസ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് ആർട്ടിസ്റ്റിനെ നമുക്കറിയില്ലേ? പാട്ട് പാടുന്നവരെ അറിയാം, ഫ്ലൂട്ട് വായിക്കുന്നവരെ അറിയാം, വീണ വായിക്കുന്നവരെ അറിയാം, അങ്ങനെ പലതരം ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലേ. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ആർട്ട് ഫോംസ്. ഇന്ത്യ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ആർട്ട് ഫോംസ് ആണ്. ഡ്യൂ ടു ഇറ്റ്സ് ഡൈവേഴ്സിറ്റി there exist several art forms. As a result, many Indians have created a mark in the world of art and are famous around the globe. നമ്മുടെ ഭൂമിയിൽ തന്നെ പ്രശസ്തമായ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ലെറ്റ്സ് നൗ ദം. നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം. ആർട്ടും ആർട്ടിസ്റ്റിനെയും നമുക്കറിയാം. സക്കീർ ഹുസൈൻ has been regarded as the encyclopedia of tabla. അദ്ദേഹം എൻസൈക്ലോപീഡിയയിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണ്. എങ്ങനെയാണ് അങ്ങേരെ ഇടം നേടിയിരിക്കുന്നത്? തബ്ലിസ്റ്റ്, ദ ഫെയിം തബ്ലിസ്റ്റ് ആണ് അദ്ദേഹം. ഓക്കെ, ആരാണ് അദ്ദേഹം? Zakir Hussain. Next one, Ustad Bismillah Khan. Ustad Bismillah Khan was known to have taken Shehnai from the marriage mandap to concert hall. മണ്ഡപത്തിൽ നിന്നും, കല്യാണ മണ്ഡപത്തിൽ നിന്നും കൺസേർട്ട് ഹാൾ വരേക്കും ഷെഹനായി ഊതി ഫേമസ് ആയ വ്യക്തിയാണ് ആര്? ഉസ്താദ് ബിസ്മില്ലാ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ കുഴലൂത്താണ്, ഈ ഷെഹനായി ഊതലാണ് അദ്ദേഹത്തിന്റെ വർക്ക്. അദ്ദേഹം അത് വളരെ ഗംഭീരമായി ചെയ്യുന്ന പ്രശസ്തനായ ഒരാളാണ്. മാരേജ് ഫംഗ്ഷൻസിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടമെന്ന് പറയുന്നത് ഹൈലി എന്താണ്, പെയ്ഡ് ആയിട്ട് പോകുന്ന, അത്രയും വലിയ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് നമുക്ക് കല്യാണ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാവുന്ന ഒരാളാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ എന്ന് പറയുന്നത്. അടുത്ത അംജദ് അലി ഖാൻ. അംജദ് അലി ഖാൻ ആരാണെന്ന് ചോദിച്ചാൽ, അംജദ് അലി ഖാൻ gave his first recital of Sarod at the age of 6. അദ്ദേഹത്തിന്റെ 6ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സരോദ് വായിക്കുന്നത്. മനസ്സിലായോ? അദ്ദേഹം ആദ്യമായിട്ട് സരോദ് വായിക്കുന്നത് അദ്ദേഹത്തിന്റെ 6ാമത്തെ വയസ്സിലാണ്. ആൻഡ് ഹി ഈസ് ഫേമസ് ഫോർ ദ സരോദ്. അംജദ് അലി ഖാൻ. And the next one, Pandit Birju Maharaj. Pandit Birju Maharaj ആരാണെന്ന് ചോദിച്ചാൽ, is an internationally renowned കഥക് ഡാൻസർ. അദ്ദേഹം ഒരു കഥക് ഡാൻസർ ആണ്. ആൻഡ് ഈസ് ഫേമസ് ഇന്റർനാഷണലി ഫേമായ ഒരു കഥക് ഡാൻസർ ആണ് ആര്? പണ്ഡിറ്റ് ബിർജു മഹാരാജ് എന്ന് പറയുന്നത്. ഹു ഗേവ് ഹിസ് ഫസ്റ്റ് പെർഫോമൻസ് അറ്റ് ദ യങ് ഏജ് ഓഫ് 7. 7ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ കഥക് ഡാൻസ് എപ്പോഴായിരുന്നു? 7ാമത്തെ വയസ്സിലാണ്. ഹി ഈസ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. And the next one, M.S. Subbulakshmi. M.S. Subbulakshmi was regarded as the Nightingale of Carnatic music. Nightingale of Carnatic music എന്നറിയപ്പെടുന്നത് M.S. Subbulakshmi ആണ്. And the next one, Pandit Ravi Shankar. Pandit Ravi Shankar ആരാണെന്ന് ചോദിച്ചാൽ, he was a great sitarist who had composed music for ballads and films in India, Canada and Europe. യൂറോപ്പിലും കാനഡയിലും ഇന്ത്യയിലും ഒക്കെ ഫിലിംസിന് വേണ്ടിയും മറ്റുമൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള, എങ്ങനത്തെ മ്യൂസിക് ചെയ്തിട്ടുള്ള, സിത്താറിസ്റ്റ് ആയിട്ട്, അതായത് ഈ സിത്താർ വായിച്ചുകൊണ്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്? ഈ പറഞ്ഞ പണ്ഡിറ്റ് രവിശങ്കർ. നന്നായിട്ട് സിത്താർ വായിക്കുന്ന, സിത്താറിൽ ഫെയിം ആയ ഒരാളാണ് അദ്ദേഹം. ഒരു മ്യൂസിക് കമ്പോസർ കൂടെയാണ്. And the next one, M.F. Hussain. M.F. Hussain was one of the greatest Indian artists whose paintings were popular all around the world. ലോകമെമ്പാടും പ്രശസ്തമായ ചിത്രങ്ങളുടെ അല്ലെങ്കിൽ പെയിന്റിങ്സിന്റെ ഉടമയാണ് ആര്? M.S. Hussain എന്ന് പറയുന്ന പെയിന്റർ. അദ്ദേഹം ഒരു ഫേമസ് പെയിന്റർ ആണ്. And next one, Mallika Sarabhai. Mallika Sarabhai is a talented Indian classical dancer. ടാലന്റഡായ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ ആണ് മല്ലിക സരാഭായ്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഡാൻസിംഗ് ലെജൻഡ് മൃണാലിനി സാരാഭായ്. മൃണാലിനി സാരാഭായിയുടെ ഡോട്ടർ കൂടെയാണ് ആര്? ഈ പറയുന്ന മല്ലിക സാരാഭായ്. ആൻഡ് റിനോൾഡ് സ്പേസ് സയന്റിസ്റ്റ് വിക്രം സാരാഭായ്. ആൻഡ് അദ്ദേഹം ഈ പറയുന്ന മല്ലിക സാരാഭായ് എന്ന് പറയുന്നത് വിക്രം സാരാഭായിയുടെ മകൾ കൂടെയാണ്. വിക്രം സാരാഭായ് എന്ന് പറയുന്നത് സ്പേസ് സെന്ററിന്റെ പേരിൽ അറിയപ്പെടുന്ന അവരുടെ മകൾ കൂടെയാണ്. മൃണാലിനി സാരാഭായിയുടെയും വിക്രം സാരാഭായിയുടെയും മകളാണ് ആര്? ഈ പറയുന്ന Mallika Sarabhai. The next one, Sonal Mansingh.
അതാണ് സോണൽ മൻസിംഗ് is a great Odissi dancer who became the first Indian woman dancer to receive the Padma Vibhushan. അവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പത്മവിഭൂഷൺ നേടിയ ഇന്ത്യൻ വുമൺ ഡാൻസർ. ഇന്ത്യയിലെ ആദ്യമായി പത്മവിഭൂഷൺ നേടിയ വനിതാ രത്നമാണ് ആര് ഈ പറയുന്ന സോണൽ മൻസിംഗ് എന്ന് പറയുന്ന ഗ്രേറ്റ് ഒഡീസി ഡാൻസർ. അവർ ഒഡീസി ഡാൻസ് ആണ് ചെയ്യാറ്. അവർക്ക് എന്ത് കിട്ടിയിരുന്ന പത്മവിഭൂഷൺ കിട്ടുന്നത് അതും ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതയ്ക്ക് കിട്ടുന്ന പത്മവിഭൂഷൺ അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സക്കീർ ഹുസൈൻ, ഉസ്താദ് ബിസ്മില്ല ഖാൻ, അംജാദ് അലി ഖാൻ, പണ്ഡിറ്റ് ബസു മഹാരാജ്, MS സുബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, MF ഹുസൈൻ, മല്ലിക സാരാഭായ് ആൻഡ് സോണൽ മൻസിംഗ്. ഇത്രയും പേരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.